മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹി കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം കണ്ണനെ പോയി കാണുകയും അതിനുശേഷം മോഹിനി ഭയങ്കര സങ്കടത്തിലാണ് മോഹിനി വരുന്നത്. എന്നാലും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനെ ആവാനുള്ള കാരണം തന്നെ ഈ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടിയിട്ടാണ് മോഹിനി തിരിച്ചു വരുന്നത്. അതേസമയം പ്രതാപൻ ഇവിടെ നിന്നിട്ട് പ്രതാപൻ്റെ അച്ഛന് വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യണം, അതിന് ബലിയിടണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയണം കേട്ടോ. അമ്മയും മോനും കൂടിയിട്ട് അത് കേൾക്കുമ്പോൾ തന്നെ മോഹിനിക്ക് ആകെ ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്ത് ബലിയിട്ടിട്ടോ എന്ത് ചെയ്തിട്ടോ ഒരു കാര്യമില്ല. നിങ്ങൾ അത്രയ്ക്ക് നീചനായ മനുഷ്യനാണ്, നിങ്ങളൊരു കൊലയാളിയുടെ മുഖമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ബലി ചെയ്തിട്ടും പ്രതുക്കൾ അത് സ്വീകരിക്കില്ല എന്നിങ്ങനെ മോഹിനി തറപ്പിച്ച് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപൻ ചോദിക്കുകയാണ്, എന്താടി നീ എന്താ ഒരു കൊള്ളിച്ചിട്ടാണല്ലോ കാര്യങ്ങളെല്ലാം പറയുന്നത്, നിൻ്റെ മോള് പറയുന്നത് കേട്ടിട്ട് നീ തൊള്ളാൻ നിൽക്കാതെ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങളൊരു മനുഷ്യനാണോ അതോ മൃഗമാണോ, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി എന്നിങ്ങനെ ചോദിക്കരുത്. എന്താടി എന്താ പറയുക എന്നിങ്ങനെ പറയണ കേട്ടോ. അത് ഞാൻ പറയണില്ല, പക്ഷെ നിങ്ങൾക്കറിയാലോ എല്ലാ കാര്യം, അത് ദൈവം കാണുന്നുണ്ട്, അതിനുള്ള ഫലം നിങ്ങൾക്ക് തരികയും ചെയ്യും എന്ന് പറഞ്ഞ് മോഹിനകത്തേക്ക് കയറിപ്പോവുകയാണ്. മുത്തശ്ശി ഓടി വന്നിട്ട് പ്രതാപനോട് ചോദിക്കും, എന്താടാ പ്രതാപ എന്താ അവൾ പറയുന്നത് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം എനിക്കറിയില്ല അമ്മേ, അവൾക്ക് എന്തൊക്കെയോ അറിയും, അവൾ ആ ഒരുമ്പട്ട് അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൾക്ക് എല്ലാം അത്ര അഹങ്കാരം വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം മഹി അനന്തുവിൻ്റെ കുഞ്ഞിനെ എടുക്കുന്നുണ്ടോ എന്നൊരു സൂചന കരുണയ്ക്ക് കിട്ടുകയാണ് കേട്ടോ. കരുണ ദുർഗയോടും പറയുകയാണ്, ഏതായാലും ശരി ഇതിനനുവദിച്ച് കൊടുക്കാൻ പറ്റില്ല, അവൾക്ക് അസൂയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ദുർഗയും കരുണയും കൂടിയിട്ട് മഹി ചോദ്യം ചെയ്യണം കേട്ടോ. മഹിയുടെ അടുത്ത് പോയി പറയണ്ടേ, എനിക്കൊരു കുഞ്ഞായത് മുതൽ നിനക്ക് ഇത്രയും അഹങ്കാരവും അസൂയാണ്, അതുകൊണ്ട് നീ ഇതിനൊരിക്കലും മെനക്കെട്ട് നിൽക്കരുത്, ഈ പരിപാടി ഇത് നടക്കുകയും ചെയ്യാൻ പറ്റില്ല, നീ എനിക്കൊരു കുഞ്ഞായ കാരണമാണ് നീ ഇതിന് നിൽക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. മഹി പോലും അറിഞ്ഞിട്ടില്ല, മഹി അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ എങ്ങനെയോ കരുണ അത് അറിഞ്ഞിട്ടുണ്ട്. കരുണയും ഉണ്ണിയും തമ്മിൽ സംസാരിക്കുകയാണ് കേട്ടോ. അനന്തുവിൻ്റെ കുഞ്ഞ് മഹി പ്രസവിച്ചെങ്കിൽ അത് ഭയങ്കര ഭവിഷ്യത്തായിരിക്കും, അത് മഹിയുടെ കുഞ്ഞായിട്ട് തന്നെ കണക്കാക്കുകയാണ്. അപ്പോൾ അത് ഒരിക്കലും നടക്കാൻ പാടില്ല എന്നിങ്ങനെ ഒരു കട്ടയ്ക്കായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. അതേസമയം ദുർഗയും അന്ന് പറയുന്നുണ്ട്, നീ ഇത്രയ്ക്ക് മോശപ്പെട്ടൊരാളായെന്ന് ഞാൻ കരുതിയില്ല, പക്ഷേ നിനക്കൊരു മാന്യതയുണ്ട്, നീ ആ മാന്യത വിട്ടിട്ടാണല്ലോ നീ ചെയ്യുന്നത്, അതുകൊണ്ട് ഈ കുടുംബത്തിൽ അത് നടക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല അമ്മ, നിങ്ങൾ എന്താ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കണം. നീ അത് കേൾക്കുമ്പോൾ കരുണ ചീറിപ്പോവുകയാണ് കേട്ടോ. എനിക്കൊരു കുഞ്ഞായ സമയത്ത് ഒരുപാട് എനിക്ക് അസൂയടി, നിനക്ക് അസൂയ കൊണ്ടാണ് നീ ഇതിന് നിൽക്കുന്നത്, നീ അല്ലാതെ ഈ പരിപാടിക്ക് നിൽക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. മഹാലക്ഷ്മി ആകെ ഇവരെല്ലാം പറയുന്നത് കേട്ട് കരഞ്ഞുകൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. മഹാലക്ഷ്മി ഒന്നും തീരുമാനിച്ചിട്ട് പോലും ഇല്ല, പക്ഷേ ഇവർക്ക് എങ്ങനെയോ ഒരു ന്യൂസ് കിട്ടി. കണ്ണൻ പറയും, ആരെന്ത് പറഞ്ഞാലും ശരി താൻ അതിൽ വിഷമിക്കണ്ട, തൻ്റെ കാര്യം എന്താണോ, തനിക്ക് എന്താണോ ശരി അത് താൻ ചെയ്യുക, അതിൽ ആരുടെ ഇഷ്ടവും ഇഷ്ടക്കേടും താൻ ചോദിക്കണ്ട, എനിക്ക് ഒരു ഇഷ്ടക്കുറവോ ഇഷ്ടക്കേടോ ഇല്ല, അത് തൻ്റെ അഭിപ്രായമാണ്, തനിക്ക് അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നിങ്ങനെ മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുകയാണ്.